എന്റെ കണ്ണ് കാണാൻ നല്ല രസമില്ലേ? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിന്ന് കുറച്ച് മസ്കാര ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ, അതിനടുത്ത് കുറച്ച് പേര് ചോദിച്ചു ലൈക്ക് വൈ യു സ്റ്റാർട്ടഡ് ദിസ്, വൈ യു ആർ ഡൂയിങ് ദിസ് സ്റ്റഫ് ആൻഡ് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു. സോ ഐ തോട്ട് ഐ ഷുഡ് ഡു ദിസ് വീഡിയോ. കുറച്ച് പേർക്ക് എങ്കിലും തോന്നിയേക്കാം ലൈക്ക് വൈ ദിസ് വീഡിയോ നൗ, എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എന്നൊക്കെ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിരിക്കാം. അപ്പം ആദ്യമായി എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പറയാൻ ഒരു കാര്യമാണ്. ബിക്കോസ് എനിക്ക് തന്നെ തോന്നി ഐ നീഡഡ് ദിസ് വീഡിയോ, ലൈക്ക് ഐ ഷുഡ് പോസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് വീഡിയോ എന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം വൈ ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, യൂട്യൂബ് ഞാൻ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. അപ്പം ഐ വാസ് നോട്ട് ആക്റ്റീവ് എന്നുള്ളതാണ് കറക്റ്റ് കാര്യം. അപ്പം ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആദ്യമായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് 2018 ഐ ഗെസ്, എനിക്ക് തോന്നുന്നു 2018 ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് എ ചാനൽ, ഓർ എനിക്ക് അതിനെപ്പറ്റി ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. സോ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അതിനകത്ത് എന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. അപ്പൊ എനിക്ക് അതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ ചാനലിൽ വീഡിയോ ഇടാതായി. അപ്പം പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് പോയി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്താണ്. അപ്പം അപ്പോഴാണ് ഞാൻ ശരിക്കും വീണ്ടും ഇതൊരു സീരിയസ് ആയിട്ട് ഇതിനെ കണ്ട് ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഇതൊരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നത്. ബിക്കോസ് ഞാനൊരു ടൈം ടേബിൾ പോലെ തയ്യാറാക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് എസ്പെഷ്യലി ഞാൻ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ എൻ്റെ ചേച്ചിയാണ്. കാരണം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ നിൽക്കില്ല. കാരണം എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പുറകിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് പുഷ് ചെയ്യാനും വേണമെന്നുണ്ട്. അപ്പം എനിക്ക് ചേച്ചിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. എനിക്ക് എൻ്റെ മോസ്റ്റ് ഓഫ് ദ യൂട്യൂബ് ചാനലിന്റെ ഐഡിയാസ് എനിക്ക് പറഞ്ഞു തരുന്നത് ചേച്ചിയാണ്. എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നത് ചേച്ചിയാണ്. പിന്നെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള വ്ലോഗ്സ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് എടുക്കും. പക്ഷെ പുറത്തു പോകുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് ചേച്ചിയാണ് എടുത്തു തരുന്നത്. ഷീസ് വെരി എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് പോലും ചേച്ചിയാണ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത്. അപ്പം വേറെ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം ഇത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ആരെങ്കിലും കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണോ? നോ, നെവർ. എനിക്കങ്ങനെ ഞാൻ ആരുടെയും കണ്ടിട്ടൊന്നുമല്ല ഞാൻ തുടങ്ങിയത്. ഇവിടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലൊന്നും ആർക്കും ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല. ലൈക്ക് അതെന്താ സംഭവം എന്നുള്ള രീതിയിലാണ് പലരും ചോദിക്കുന്നത്. അതുപോലെ ഇപ്പോഴൊക്കെയാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ലൈക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണെന്ന് അറിയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഐ ലൈക്ക് ടു എന്താ പറയുന്നത്, ഷൂട്ട് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. അപ്പൊ എനിക്കിങ്ങനെ ഓർമ്മകൾ വീഡിയോസ് ആയിട്ട് എടുത്തു വെക്കുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം മണി ഫെയിം എന്നുള്ളതിന് അപ്പുറം പാഷനും കൂടെ ഉണ്ട്. അപ്പം ഇത് 3ഉം കൂടെ വന്നാലല്ലേ ഒരു പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പൊ എനിക്ക് പാഷൻ ഞാൻ ഫസ്റ്റ് തന്നെ പറയും. അപ്പം പിന്നെ കുറച്ച് പേര് ചോദിച്ചു കേരളത്തിന്റെ ആർട്ട് വർക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോന്ന്. എനിക്കറിയില്ല. കേരളത്തിന്റെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാല് ഐ ഹാവ് ലിമിറ്റേഷൻസ് ആക്ച്വലി, ബട്ട് ഐ വിൽ ട്രൈ. ഞാൻ ട്രൈ ചെയ്യാം. സോ വൈ സ്റ്റാർട്ടഡ് യൂട്യൂബ് എന്നുള്ളത് ഇത്രയൊക്കെ ഉള്ളടേ. എനിക്കൊരു ഇഷ്ടം തോന്നി ഞാനങ്ങ് തുടങ്ങി. എനിക്കിത് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതിന് വിട്ട് ഇതിന്റെ പിന്നിൽ ആരുടെയും കറുത്ത കരങ്ങളൊന്നുമില്ല. എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നാളെ തുടങ്ങിയപ്പം ഓക്കെ എന്നാ പിന്നെ തുടങ്ങിയേക്കാം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയൊന്നുമല്ല കേട്ടോ. എനിക്ക് തുടങ്ങാൻ തോന്നി, ഞാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.